+2 ഹ്യൂമാനിറ്റീസ് വിജയ ശതമാനം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2025 69% ഈ വർഷത്തെ +2 ഹ്യൂമാനിറ്റീസിന് റിസൾട്ട് വന്നപ്പോൾ 66% വിജയ ശതമാനം. എന്തുകൊണ്ടാണ് വർഷം കഴിയുന്തോറും +2 ഹ്യൂമാനിറ്റീസിലെ വിജയ ശതമാനം കുറയുന്നത്? നമുക്ക് നോക്കാം. വെൽക്കം ടു എജ്യൂപോൾ +2 ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. മക്കളെ, നമുക്കറിയാം +2 ഹ്യൂമാനിറ്റീസിൽ +2ൽ മാത്രം ഇത്രയും വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ +1 കഴിഞ്ഞിട്ട് +2ലേക്ക് എത്താൻ പോകുന്ന ആൾക്കാരാണല്ലേ. നിങ്ങൾ 2027 മാർച്ചിൽ +2ൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ +2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്, പൊളിറ്റിക്സിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, എക്കണോമിക്സിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്, സോഷ്യോളജിയിൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്, ജോഗ്രഫിയിൽ 17 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിൽ 5 യൂണിറ്റ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് +2ൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ സമയത്ത് ഈ മെയ് ജൂൺ മാസങ്ങളിലൊന്നും പഠിക്കാതെ എല്ലാം അവസാന നിമിഷത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 ഹ്യൂമാനിറ്റീസ് പാസ്സാൻ പറ്റുമോ? പല കുട്ടികളും എക്സാമിന് തലേന്നുള്ള യൂട്യൂബ് ലൈവുകൾ മാത്രം കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. എക്സാമിന് തലേന്നുള്ള യൂട്യൂബ് ലൈവുകൾ കണ്ടുകൊണ്ട് മാത്രം പഠിച്ചാലൊന്നും നിങ്ങൾക്ക് എക്സാമിന് പാസ്സാകാൻ പോലും പറ്റില്ല. നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രധാനമായിട്ട് 2025 69% ഇപ്പോൾ അത് 66% കുറഞ്ഞു. അതിനുള്ള കാരണം, ഒന്നാമത്തെ കാരണം ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി. നമ്മൾ പഠനം എപ്പോഴും എന്താണ് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കും. നിങ്ങൾക്കറിയാം 2027 മാർച്ചിൽ നിങ്ങളുടെ +2 ഹ്യൂമാനിറ്റീസിൻ്റെ പബ്ലിക് എക്സാം നടക്കും. ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല. എല്ലാം അവസാനത്തേക്ക് എന്ത് ചെയ്യാണ്, മാറ്റിവെക്കാണ്. എല്ലാം എന്ത് ചെയ്യുന്നു, അവസാനത്തേക്ക് മാറ്റിവെച്ച് മടി പിടിച്ച് നമുക്കത് നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിവെക്കാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുക, കൃത്യമായ എഫേർട്ട് ഇട്ട് പഠിക്കുക, കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ പഠനം കൃത്യമായ രീതിയിലും കൃത്യമായ എഫേർട്ടിലും കൃത്യമായ ഇതിലുമാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ മാർക്ക് നേടാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവസാന നിമിഷം പഠിച്ചാലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പാസ്സാകാൻ പോലും പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമല്ല, കണ്ടന്റ് +1 അപേക്ഷിച്ച് 3 ഇരട്ടി കൂടുതലാണ്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്താടാ? പ്രോപ്പറായിട്ട് പഠിക്കണം. വീക്കിലി അറ്റ്ലീസ്റ്റ് 5 days ഡെയിലി 3 hours വെച്ചിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ തയ്യാറാവണം. പഠിക്കുന്ന കാര്യങ്ങൾ വീക്കിലി 1 day എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങൾ സാറ്റർഡേ ഒന്ന് റിവൈസ് ചെയ്യണം അല്ലേ. പഠിക്കുന്ന പല കുട്ടികളും പറയുന്ന പ്രശ്നമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു. സോ അത് പ്രോപ്പറായിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഈ റിവിഷനും പഠനവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നിങ്ങൾ ഒരു ദിവസം പഠിച്ചു, പിറ്റേന്ന് പഠിക്കാതെ നിങ്ങൾക്ക് നഷ്ടമാണ്. പഠിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ തയ്യാറാവണം. അതുമാത്രമല്ല, ആ പഠനം നമ്മൾ ഒരിക്കലും നിർത്തരുത്. നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാം റിസൾട്ട് കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവണം. ആഴ്ചയിൽ 5 ദിവസം നിങ്ങളോട് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ആ പഠനം ഡെയിലി 3 മണിക്കൂർ 3 ഡിഫറെൻറ്റ് സബ്ജക്റ്റ് വെച്ച് പഠിക്കുക. തീർന്നിട്ടില്ല, ക്വസ്റ്റ്യൻസ് പരമാവധി പ്രാക്ടീസ് ചെയ്യണം അല്ലെ. PYQs ഹ്യൂമാനിറ്റീസ് സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പരമാവധി റെഫർ ചെയ്താൽ മാത്രമേ മികച്ച രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ ഒരാൾ വരും. നിങ്ങൾക്ക് വേണ്ട PYQs നോട്ടുകളും ക്ലാസ്സുകളും ഒക്കെ എവിടെ കിട്ടും? എജ്യൂപോളിൻ്റെ സൂപ്പർ ബാച്ച് കിട്ടും. നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓക്കെ ആവും. എജ്യൂപോളിൻ്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളെ സെറ്റാക്കാനുള്ളതാ. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡറായിട്ടുള്ള വീഡിയോസ്, ലൈവ് വീഡിയോസ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, നോട്ട്, മെൻറ്റർ സപ്പോർട്ട് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എജ്യൂപോളിൻ്റെ സൂപ്പർ ബാച്ചിലാണ്. നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മക്കളെ, നിങ്ങൾ തോന്നും അയ്യോ സാറേ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണോ? എടാ, നമ്മൾ റിയാലിറ്റി പറഞ്ഞിട്ട് സൊല്യൂഷൻ കൂടി പറയാണ്. സൊല്യൂഷൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു മടി കാണിക്കണം, ചടപ്പ് കാണിക്കണം? സോ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. മക്കളെ, നിങ്ങൾ +2 ഉഴപ്പരുത്. 66% കുട്ടികൾക്ക് വിജയിക്കാൻ പറ്റുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ 34% കുട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. തോൽക്കാനുള്ള കാരണം കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ്. മക്കളെ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. സോ മക്കൾ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ, കാര്യങ്ങളൊക്കെ ഓക്കെ ആവട്ടോ. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ nafi.eduport ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.